എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. നമ്മുടെ സിനിമ വളരെ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബങ്ങളൊക്കെ നമ്മുടെ സിനിമ കാണാൻ തിയേറ്ററിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലും തിയേറ്റർ ഫുള്ളായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വളരെ വലിയ സന്തോഷമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കേക്ക് കട്ട് ചെയ്യുന്നത്. പിന്നെ എന്താ, ഒത്തിരി സന്തോഷമുണ്ട്. ഒരുപാട് പേര് വിളിച്ച് ഞങ്ങളെല്ലാവരും ചെയ്തത് നന്നായിട്ടുണ്ടെന്ന് പറയണു. ഇനി കൂടുതൽ കാണാൻ ബാക്കിയുള്ളവർ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് ഞങ്ങളുടെ സിനിമ കാണണം. എല്ലാവരും സിനിമ കാണണം. ഇപ്പം നല്ല നല്ല അഭിപ്രായങ്ങൾ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ബാക്കിയുള്ള എല്ലാവരും കാണണം, തിയേറ്ററുകളിൽ എത്തണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ. അപ്പോൾ ഈ സിനിമ ഒരു വിജയമായി മാറി തുടങ്ങിയിരിക്കുകയാണ്. ഇനിയും രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കയറുകയാണ്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. സാറിനോട് വർക്ക് ചെയ്തതിലും എൻ്റെ ടീമിനോടും അതേപോലെ പ്രേക്ഷകരോടും എനിക്ക് നന്ദി അറിയിക്കണമെന്നുണ്ട്. താങ്ക് യു. ഇതിൽ നമ്മളെല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. സാറ് കോഴിക്കോടാണ്. അപ്പോൾ ആദ്യം തന്നെ നന്ദി PVR സ്റ്റാഫ് ആൻഡ് മാനേജ്മെൻറ്റിനോട് നമ്മൾ നന്ദി പറയുകയാണ്. നമ്മൾ ആദ്യത്തെ ദിവസം കുറച്ച് ടെൻഷനിലായി, ആൾക്കാരൊക്കെ തിയേറ്ററിൽ വരില്ല എന്നൊക്കെ. പക്ഷേ അന്ന് ഈവനിങ് സാറ്റർഡേ സൺഡേ നൈറ്റ് കഴിഞ്ഞപ്പോൾ ഒരുവിധം സ്ഥലത്തൊക്കെ ക്രൗഡ് വരുന്നു. നല്ല റെസ്പോൺസാണ് പടത്തിനെ പറ്റിയിട്ടും ഇവരെല്ലാവരെ പറ്റിയിട്ടും എന്നെ പറ്റിയിട്ടും. ഹരിത്തിനെ പറ്റി നല്ല അഭിപ്രായമാണ്. പ്രത്യേകിച്ച് എല്ലാവരും എടുത്തു പറയുന്നത് കേക്കും താങ്ങി വന്നാണ് ഹരിത്തിനെ പറ്റിയാണ് പറയുന്നുണ്ട്. എന്നാലും ഇപ്പോൾ ഈ ആഴ്ച നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ആഴ്ച വലിയ റിലീസുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിലും നമ്മുടെ പടം നല്ല ഇപ്പോൾ പോകുന്ന പോലെ തന്നെ സ്ട്രോങ് ആയിട്ട് പോകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എല്ലാ പടങ്ങളും നന്നായിട്ട് പോട്ടെ, അതിൻ്റെ കൂടെ നമ്മൾ പോട്ടെ. യെസ്, നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. യെസ്. പിന്നെ ഈ ഷോ കാണാൻ വന്ന നമ്മളെ എല്ലാവരും, എൻ്റെ സുഹൃത്ത് ഷജിൻ ഭായ്, അങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ വേറെ കുറച്ച് ആർട്ടിസ്റ്റ്, അതേപോലെ നമ്മളെ ബാക്കി എല്ലാവരും. അപ്പോൾ നമുക്കെന്നാൽ കട്ട് ചെയ്യല്ലേ? എവിടെ ആ പടത്തിൻ്റെ റൈറ്റർ, ഡയലോഗ് റൈറ്റർ, അതെ 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 ആക്ടറും റൈറ്ററും കൂടിയാണ്. അതേ നേരത്തെ ഹരിത്ത് പറഞ്ഞ പോലെ, ഹരിത്തിനെ പറ്റി പറയാൻ പറഞ്ഞപ്പോൾ ആദ്യത്തെ 2 ദിവസം സൂരജ് അടിച്ചു പൊളിച്ചു, പിന്നത്തെ 2 ദിവസം ഹരിത്ത് അടിച്ചു പൊളിച്ചു, പിന്നെ എല്ലാ ദിവസവും ഞങ്ങളൊക്കെ അടിച്ചു പൊളിച്ചു. അങ്ങനെയാണ് അടിച്ചു പൊളിച്ചു. അപ്പോൾ പടം നന്നായി പോകുന്നു എന്ന് പറഞ്ഞ സന്തോഷമുണ്ട്. ആദ്യത്തെ ദിവസങ്ങളിൽ ഇപ്പോൾ ഈ ഹരിത്ത് പറഞ്ഞ പോലെ തന്നെ ഇത്തിരി ക്രൗഡിൻ്റെ ഒക്കെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഈ സൺഡേയും സാറ്റർഡേ ഒക്കെ ആയിട്ട് ആളുകൾ കയറി തുടങ്ങിയിട്ടുണ്ട്. കുറേശ്ശെ മൗത്ത് പബ്ലിസിറ്റി വഴി ക്രൗഡ് എത്തി തുടങ്ങിയിട്ടുണ്ട്. ക്രൗഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇനി അത് ക്രൗഡ് ആക്കി മാറ്റേണ്ടത് നിങ്ങൾ ഓരോ പ്രേക്ഷകരുമാണ്. തിയേറ്ററിലേക്ക് നിങ്ങളെ എന്താ പറയുക, നിങ്ങളെത്തണം, പടം കാണാൻ. കാരണം ഇതുപോലൊരു കൊച്ചു ചിത്രങ്ങൾ വിജയിക്കേണ്ടത് മലയാള സിനിമയുടെ ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിലെത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, പടം കാണുക, വിജയിപ്പിക്കുക. നമസ്കാരം. മൃദുഭാവി ദൃഢകൃത്യയ്ക്ക് എല്ലാ വിജയാശംസകളും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നായിക ശ്രവണകുട്ടി എൻ്റെ റിലേറ്റീവും കൂടിയാണ്. ഞാനൊരു ആക്ടർ അഭിയനാണ്. ആ അഭിമാനത്തോടെ എല്ലാ ആശംസകളും നേരുന്നു. സൂരജ് നായകനായിട്ട് അഭിനയിച്ച അടുത്ത പടത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറോട് എത്തിയിട്ടുണ്ട് ബോബൻ. ഒരു ആശംസ ഞങ്ങൾക്ക് വേണ്ടി. സൂരജ് നായകനായ ആവണി എന്ന് പറയുന്ന സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറാണ്. അതുകൊണ്ട് ഇവരുടെ കൂടെ എല്ലാ വർക്കുകൾക്കും ഞാൻ പുറകെ ഇങ്ങനെ വാല് പോലെ നടക്കുന്നുണ്ട്. എല്ലാവിധ വിജയാശംസകളും.